നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അഫർമേഷൻസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. ഐ ആം എ ബില്യനെയർ അല്ലെങ്കിൽ ഐ ആം പവർഫുൾ. വിഷൻ ബോർഡ്സ് കാണാറുണ്ട്. വിഷ്വലൈസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ളൊരു റിസൾട്ട് കാണുന്നില്ല. എവിടുന്നാണ് തുടങ്ങിയത് അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. എൻ്റെ ജീവിത കാര്യങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ സിറ്റുവേഷൻ, പഴയ സാഹചര്യങ്ങൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ചിന്തിച്ചു തുടങ്ങും, ഇത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലേ ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്ക് ആവത്തില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ നമ്മളെ തന്നെ പതുക്കെ സംശയിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സംശയിച്ച് തുടങ്ങും തോറും നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളും അതുപോലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണിത് ശരിക്കും വർക്ക് ചെയ്യുന്നത്? നമ്മൾ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പിലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ്റെ 5 സ്റ്റെപ്പുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. എന്നിട്ടും റിസൾട്ടുകൾ ശരിയായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്കിതിൻ്റെ ഒരു മെക്കാനിസം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എന്ന്. ഞാനെപ്പോഴും പറയാറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താണോ അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കുകളെന്ന് പറയുന്ന അഫർമേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, വിഷൻ ബോർഡ്, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചില ടൂൾസ് ആണെന്ന് മാത്രമാണ്. അത് ഡയറക്റ്റ് അതൊരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, നമ്മളെ ആ ഒരു അലൈൻഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് വളരെ അനുകൂലമാകുന്നത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. മാനിഫെസ്റ്റേഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഒരു പരിണാമം സംഭവിക്കുമ്പോഴാണ്. അതായത് ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി നമ്മൾ മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറുമ്പോഴാണ് ആ ഐഡൻറ്റിറ്റിയുമായി യോജിക്കുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങളും ആളുകളും പണവും സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നമുക്ക് വരുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ലയബിലിറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പണത്തെക്കുറിച്ചുള്ളൊരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കാം ഒരുപക്ഷെ. പലപ്പോഴും കടത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് സമ്പന്നതയിലേക്കുള്ളൊരു യാത്രയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കടത്തിൽ നിൽക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന്, അല്ലെങ്കിൽ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് നമുക്കതിനെ വിളിക്കാം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു അയാൾ ചിന്തിക്കുന്ന രീതികൾ, അതുപോലെ അയാൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ഷനുകൾ, അയാളുടെ ഡിസിഷൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചറിൽ നിന്നാണ്. അതിൽ നിന്നും വെൽത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു വെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ആണെങ്കിൽ അയാളുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും, അയാളുടെ ഡിസിഷൻസ് അങ്ങനെയാവും, അയാളുടെ ആക്ഷൻ അങ്ങനെയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അട്രാക്റ്റ് ചെയ്യുന്നതും അത്തരം നല്ല അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റാണ്, അതായത് ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പൂർണ്ണമായും മാറുന്ന ഒരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു വൈബ്രേഷണൽ സിഗ്നേച്ചർ. എന്താണ് ഈ വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു 3 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് നമുക്ക് ചിന്തകൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിലാണ്. നമുക്ക് സന്തോഷവും നമ്മുടെ ദേഷ്യവും നമുക്ക് ആ ഒരു ജോയ്ഫുൾ മൊമെൻറ്റും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിലാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓവറോൾ എനർജിയുണ്ട്, നമ്മുടെ ഒരു ബോഡിയുടെ എനർജി. അപ്പോൾ നമ്മുടെ ബോഡിയാണ് നമ്മളെക്കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ പോയി ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ബോഡി പ്രവർത്തിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്നത് നമ്മുടെ ബോഡി ആക്ഷൻ എടുക്കുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ബോഡി ആക്ഷൻ എടുക്കുമ്പോഴാണ്. നമ്മുടെ ബ്രെയിൻ അറിയാം ഇതാണ് ചെയ്യേണ്ടത് എന്ന്. ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എഴുന്നേൽക്കണം, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ ബ്രെയിൻ അറിയാം. ആ ബ്രെയിൻ അത് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നതും അലാം സെറ്റ് ചെയ്യുന്നതും. എന്നാൽ ഈ അലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഴുന്നേൽക്കുന്നതും അല്ലെങ്കിൽ എഴുന്നേൽക്കാതിരിക്കുന്നതും നമ്മുടെ ശരീരം തന്നെയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ എനർജി എന്ന് അതിനെ നമുക്ക് പറയാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ,
അതായത് നമ്മുടെ ബ്രെയിൻ തരുന്ന നമ്മുടെ ചിന്തകൾ, അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇമോഷൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി. ഈ 3 എനർജിയും ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടപ്പിൽ വരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഞാനൊരു ഉദാഹരണം പറയാം അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. നിങ്ങൾ ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര പോകുമ്പം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കാമുകിയും വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കും, ലോജിക്കലി ചിന്തിക്കും, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്നാണ് യാത്ര ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ കാമുകിയോട് പറഞ്ഞ കാമുകി എൻ്റെ കൂടെ വരുമോ, വരാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ അക്കൗണ്ടിൽ അത്രയ്ക്ക് പൈസയുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ അത്രയ്ക്ക് പൈസയുണ്ടോ, എത്ര രൂപ ചിലവ് വരും, അപ്പോൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് താമസിക്കേണ്ടത് എന്ന് തിരിച്ചു വരണം. ഇങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള തോട്ട്സൊക്കെ നമ്മുടെ ബ്രെയിൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ബ്രെയിൻ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് എന്താണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹാർട്ടിലായിരിക്കും അതിൻ്റെ ഇമോഷൻസ് വരുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കാമുകിയുടെ കൂടെ ഏതാനും ദിവസങ്ങൾ ചിലവഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഹൃദയത്തിന് ആ ഒരു ഇമോഷൻ, ആ ഒരുമിച്ചുള്ള ആ ഒരു യാത്ര, സംസാരിക്കാൻ പറ്റുക, ഇതെല്ലാം വരുമ്പോഴത്തേക്കുമാണ് ആ ഹൃദയം വികസിക്കും. ആ ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ ആ ലവ്, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലായിരിക്കും നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോഡിക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബോഡി ചിന്തിക്കുന്നത്, ബോഡിയുടെ ഓരോ കോശങ്ങളും ഈ യാത്രയെക്കുറിച്ച് എക്സൈറ്റഡ് ആവാൻ തുടങ്ങും. കാരണം ബോഡിക്ക് ഇഷ്ടമാണ്, യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സമയം ചിലവഴിക്കുന്നത് ബോഡിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ബോഡി അതിന് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആവുകയും ചെയ്യും. ബോഡിയുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ എനർജി ആയിരിക്കും. 3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിന്, ഹാർട്ട്, ബോഡി 0 to 10 നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു 8 പോയിൻ്റ് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഹാർട്ട് 10 out of 10 ആണ്. അതുപോലെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് 10 out of 10 ആണ്. അപ്പോൾ ഇത് 3 കൂടെ കൂടിയത് ഒരു എനർജിയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നത് എന്ന് വിചാരിക്കുക. ഈ 3 കൂടെ കൂടിയതിനെ നമുക്ക് ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ ഈ വൈബ്രേഷണൽ സിഗ്നേച്ചർ പരസ്പരം അലൈൻഡ് ആകുമ്പോൾ, അതായത് ഇത് 3 ഒരേപോലെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് 3 കൊഹിറൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മുടെ ഹാർട്ട് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള ആഗ്രഹം, ആ ഒരു ഇമോഷൻ, ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു ഇമോഷൻ, നമ്മുടെ ഹൃദയം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബോഡിക്കും അതെ, ഒരുമിച്ചുള്ള ആ ഒരു യാത്രയും പരസ്പരം സമയം ചിലവിടുന്നതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ബോഡിയും വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കുന്നു. അതേസമയം ഇപ്പോൾ ഇവിടെ നമ്മളൊരു സെനാരിയോയിൽ നോക്കുക, ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിന് ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. കാരണം കയ്യിലത്ര പൈസയില്ല. നോക്കുമ്പോൾ കുറച്ച് പൈസയുണ്ട്, പക്ഷേ അത് ഈ ഹോളിഡേയ്സ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും EMI അടയ്ക്കാനുള്ള പൈസയാണ്. അപ്പോൾ ഈ പൈസ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ EMIക്ക് എന്ത് ചെയ്യും? അപ്പോൾ ബ്രെയിൻ പതുക്കെ ചിന്തിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ക്രെഡിറ്റ് കാർഡിൽ എത്ര രൂപയുണ്ട്, അപ്പം ഇനി ഇത് പോരായിരിക്കും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ. പക്ഷേ അപ്പോൾ ബ്രെയിന് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കും. കാരണം ചിന്തയേക്കാൾ കൂടി നിൽക്കുകയാണ് ഇമോഷൻ. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ഇമോഷൻ ചിന്തയേക്കാൾ വളരെയധികം കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഇമോഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ ചിന്തിച്ചു തുടങ്ങും, ഇത് വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമാണ്. കാരണം ഇത്തവണ പോയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അങ്ങനെ പോകാൻ കഴിയുക അറിയില്ല, രണ്ടുപേർക്കും സൗകര്യമുള്ളൊരു ദിവസം എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സമയത്ത് ചെയ്യണം. ഹാർട്ടിൻ്റെ ഇമോഷൻ കൂടി നിൽക്കുന്ന സമയത്ത് ബ്രെയിൻ ആക്ഷൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ തന്നെ ബ്രെയിൻ അതിനുള്ള വഴി, ബോഡി അതിനുള്ള ആക്ഷൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കും, ഓക്കെ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കുറച്ച് പൈസ പെട്ടെന്ന് ചോദിക്കാം, തിരിച്ച് വരുമ്പോഴത്തേക്കും സാലറി കിട്ടും, അപ്പോഴേക്കും അത് തിരിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യാം എന്ന്. തത്വത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ സുഹൃത്തിനെ വിളിക്കും, അതിനുള്ള പണം അറേഞ്ച് ചെയ്യാൻ പറയും, ഈ യാത്ര മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയും ഹാർട്ടും വളരെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ അത് വളരെ ഹൈ ഇൻറ്റൻസ് എനർജി കൊടുക്കുന്ന സമയത്ത് ആ സാഹചര്യം അവിടെ നടന്നു എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലായത്. ഇനി ഇതേ സാഹചര്യം തന്നെ നമ്മൾ മറ്റൊരു തരത്തിലൊന്ന് ചിന്തിച്ച് നോക്കാം. ഇതേ ആൾ തന്നെ ഈ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഓഫീസിൽ നിന്നൊരു കോൾ വന്നു, മുംബൈക്കൊന്ന് പോകണം, അത് മാനേജറുടെ കൂടെയാണ്. അപ്പോൾ ഈ മാനേജർ എന്ന് പറയുന്നത് വളരെ അനോയിങ് ആയിട്ടുള്ള, വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. അയാൾക്ക് ഈ മാനേജറുടെ കൂടെ യാത്ര ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുകയാണ്, ബ്രെയിൻ ലോജിക്കലി ചിന്തിക്കും, ഇതെൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ്, ഇത് പോയാൽ എനിക്ക് പ്രൊമോഷനും അതുപോലെ തന്നെ ഒരു നല്ല അപ്രൈസലും കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈ ഒരു മീറ്റിംഗ് സക്സസ് ആയി കഴിഞ്ഞാൽ ജോലിയിൽ എനിക്ക് വളരെയധികം പ്രയോജനം കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ബ്രെയിൻ നന്നായിട്ട് അറിയാം. അതേസമയം ഹാർട്ടിൻ്റെ സിറ്റുവേഷൻ നോക്കാം. ഹാർട്ട്
പതുക്കെ ചുരുങ്ങും. കാരണം ഈ ഒരു 2 ദിവസത്തെ ഈ മാനേജറോടുള്ള യാത്ര അയാളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം എന്നെ ഇറിറ്റേഷൻ എനിക്ക് തരുന്നുണ്ട്. ഹാർട്ട് പതുക്കെ ചുരുങ്ങാൻ ചിന്തിക്കും. ഇതൊക്കെ ബ്രെയിൻ പറയുന്നതൊക്കെ ശരിയാണ്, പോയാൽ നല്ലതൊക്കെയാണ്. പക്ഷേ എൻ്റെ ഹാർട്ട് അത് ബൈ ഡിഫോൾട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ചുരുങ്ങാൻ തുടങ്ങും. ബോഡിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ബോഡിക്കും ഈ യാത്രയിലധികം വലിയ താല്പര്യമില്ല. മുമ്പ് കാമുകിയുടെ കൂടെ പോയ പോലെയല്ല. ഇത്തവണ ബോഡിയും വളരെ ലോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര ബോഡി ഇഷ്ടപ്പെടുന്നില്ല. കാരണം ബോഡിക്ക് വളരെ ഡിസ്കംഫർട്ട് അനുഭവിക്കേണ്ടി വരും ഈ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ. കാരണം ബോഡിക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് ബോഡി പോകുന്നത്. കാരണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഒരു ബിസിനസ് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ബോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്കംഫർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡി? കഴിയുന്നത്ര ഈ യാത്ര ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നായിരിക്കും ഈ ബോഡി അതിനു വേണ്ടി ശ്രമിക്കുന്നത്. തലച്ചോറ് വളരെ സ്ട്രോങ് ആയിട്ട് മെസ്സേജ് കൊടുത്താലും ഒരുപക്ഷെ ഈ ബോഡി അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസം ബോഡിക്ക് എന്തെങ്കിലും ഫറ്റീഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ ഒരു പനി വരാനൊക്കെയുള്ള സാധ്യതയുണ്ടാവും. മിക്കവാറും ആ യാത്ര തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ന്യായീകരണം പറഞ്ഞ് ആ യാത്രയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ നോക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സെനാരിയോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹാർട്ടും ബ്രെയിനും അതുപോലെ നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 2 സെനാരിയോയിലും നമ്മുടെ ബോഡിയുടെ വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. രണ്ടിൽ നിന്നും കിട്ടുന്ന റിസൾട്ടും രണ്ടും രണ്ടാണ്. ഇതാണൊരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഒരുപാട് ഡിസിഷൻസ്, ഒരുപാട് മൈക്രോ ഡിസിഷൻസ്, ഒരുപാട് വലിയ ഡിസിഷൻസ്, ചെറിയ ഡിസിഷൻസ്, ഇങ്ങനെ ധാരാളം ഡിസിഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. ധാരാളം ആക്ഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, പ്രവർത്തിക്കുന്നുണ്ടാവാം. നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ സിഗ്നേച്ചറാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ വർഷങ്ങളായിട്ട് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും കടമെടുക്കുക എന്നും വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക, പണത്തിന് ബുദ്ധിമുട്ട് വന്നാൽ എന്നാൽ അദ്ദേഹം ചെയ്യുക എപ്പോഴും കടമെടുക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ. എന്നാൽ അതേസമയം വളരെ വെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പണത്തെക്കുറിച്ചുള്ള അയാളുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ പണം അയാൾ ആവശ്യപ്പെട്ട് അയാൾക്ക് ആവശ്യം വന്നാൽ അയാൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം. അപ്പോൾ എപ്പോഴും എന്താണോ നമ്മുടെ ഒരു ബേസ് ലൈൻ വൈബ്രേഷണൽ ഫ്രീക്വൻസി, അതായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. നമ്മളൊരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തവസ്ഥയിലാണോ നമ്മളിരിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ മിററിലും നമ്മൾ കാണുക. താടി നരച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മിററിൽ താടി നരച്ചായിരിക്കും ഉണ്ടാവുക. തലമുടി ചീകിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നതുപോലെയാണ് എക്സാക്ട്ലി നമ്മളിപ്പോൾ എന്താണോ അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ഈ ടെക്നിക്കുകളും ഇതുപോലെയുള്ള മെഡിറ്റേഷൻസും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സർഫസ് ലെവലുള്ള ആക്ടിവിറ്റിയാണ് നമ്മളെ ഇതിലേക്ക് അലൈൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നേരിട്ട് നമ്മളുടെ റിസൾട്ട് തരുന്ന ഒരിക്കലും ഈ ആക്ടിവിറ്റി അല്ല. നമ്മളെപ്പോഴും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ ഡയറക്റ്റ് നമ്മൾ റിസൾട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിരാശരാകുന്നത്. അപ്പോൾ ഇവിടെ ടെക്നിക്കുകൾ എന്ന് പറയുന്ന ഈ കാര്യം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഈ 3 എലമെൻറ്റ്സിലെയും അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. അലൈൻമെൻറ്റ് എത്ര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ട് നമ്മളിൽ സംഭവിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഓരോ ആളിലും വ്യത്യസ്തമാവുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ന്യൂറോ സയൻസ് എന്താണ് എന്ന് ഇതിന് മുമ്പിലത്തെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ, ഒന്ന് നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറൽ പാതകൾ. നമ്മൾ ജനിച്ച് വളരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ സ്പോഞ്ച് പോലെ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വാല്യൂസും ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഫിസിക്കലായിട്ട് തന്നെ നമ്മുടെ ഒരു ന്യൂറൽ പാതകൾ. നമ്മുടെ ബോഡിയിലാണ് നമ്മൾ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ അതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലാണ് നമ്മളത് അനുഭവിക്കുന്നത്. ചിന്ത നമ്മുടെ മനസ്സിലാണെങ്കിലും നമ്മുടെ ബോഡിയിലായിരിക്കും നമ്മൾ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക. കാരണം ഇതിനു മുമ്പ് നമുക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മോശം സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ നമ്മൾ വീണ്ടും ഒന്ന് യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി അതേ ഓർമ്മകൾ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകിൽ അതിനെക്കുറിച്ചുണ്ടാകുന്ന ഒരു
ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡി എന്ന് പറയുന്നത് ഒരു ഭൂതകാലത്തിൻ്റെ ഒരു റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ കലവറയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഓരോ സെല്ലുകളിലും മെമ്മറി ആയിട്ട് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ അനുഭവങ്ങളും അത് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് ഓരോ സമയത്തും ആക്ഷൻ എടുപ്പിക്കുന്നതും ആക്ഷൻ എടുപ്പിക്കാതിരിക്കുന്നതും നമ്മുടെ ബോഡി തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് നമുക്ക് പറയാം. നമുക്ക് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്നത് വളരെ നല്ലതാണെന്ന് നമുക്കറിയാം, കോൺഷ്യസ്ലി നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ബോഡി ഫെമിലിയർ ആയിട്ടുള്ളത് രാവിലെ 8 മണി വരെ കിടന്ന് ഉറങ്ങുന്നതാണ് എങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി നല്ല റെസിസ്റ്റൻസ് തരും. ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡി നമ്മളെപ്പോഴും സേഫായിട്ട് നിർത്തുക അല്ലെങ്കിൽ നമ്മളെ സുരക്ഷിതമാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയുടെ ഒരു പ്രാഥമിക ധർമ്മം. ഉദാഹരണം പറഞ്ഞാൽ, മടി പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ കിടക്കയിൽ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ചാടി എണീക്കും. അതുപോലെ തന്നെ നമ്മൾ റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പുലി നമ്മുടെ മുമ്പിലോട്ട് വന്ന് ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടും. അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബോഡി വളരെ വളരെ അലേർട്ടാണ്. ബോഡിക്കറിയാം നമ്മളെങ്ങനെയാണ് സേഫാക്കി നിർത്തേണ്ടത് എന്നുള്ളത്. നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺസാണ്. അതായത് നമ്മുടെ ബോഡി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയവും നമ്മൾ ഏത് പൈപ്പിൽ നിന്നാണോ നമ്മൾ കൈ കഴുകിയത് അവിടെ തന്നെ ആയിരിക്കും വീണ്ടും നമ്മളവിടെ പോയി കൈ കഴുകാനുള്ള സാധ്യത. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് മിക്കവാറും ഡൈനിങ് ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു ചെയറിലിരുന്നായിരിക്കാം നമ്മൾ കഴിക്കാറുള്ളത്. നമുക്കെല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്, നമ്മുടെ ബോഡിക്ക് ആ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും നമ്മളിരിക്കുന്ന ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. നമുക്കതൊരു ചെറിയൊരു നിസ്സാര കാര്യമാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ചെയറിലേക്ക് ഇരിക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺസാണ്, ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്, ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനാണ്, ഫെമിലിയർ ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ സക്സസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ കുറിച്ചോ നമ്മൾ ബില്യനെയർ ആവണമെന്നോ ഇതൊന്നും ബോഡിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക, ബോഡിക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ബോഡിക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള കാര്യം. അതിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ബോഡി അതിശക്തമായിട്ട് റെസിസ്റ്റ് ചെയ്യും. ബോഡിയുടെ ശക്തമായ ആ ഒരു റെസിസ്റ്റൻസിനെ നമുക്ക് തിരിച്ചറിയാനും അതിനെ എങ്ങനെയാണ് നമുക്ക് കോൺഷ്യസ്ലി ഡെലിബറേറ്റ്ലി നമുക്ക് പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ബോഡി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നോളജ് ഈസ് ഫോർ ദ മൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് ഫോർ ദ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യവും പഠിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് അറിവുകളായിട്ട് കിട്ടുന്നത് നമ്മുടെ മനസ്സിൽ മാത്രം നിൽക്കുകയും ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം അതൊരു മെമ്മറി ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതുതന്നെയാണ് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മുടെ ഫ്യൂച്ചർ സെൽഫ്, നമ്മളാകാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ആ ഒരാളുടെ ആ ഒരു ഫ്യൂച്ചർ സെൽഫിൻ്റെ ബോഡി എങ്ങനെയായിരിക്കും, ആ ബോഡിയുടെ കെമിസ്ട്രി എങ്ങനെയായിരിക്കും, ആ ബോഡിയുടെ മെമ്മറി എന്തായിരിക്കും, ആ ബോഡിയുടെ ഇമോഷണൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്തായിരിക്കും, ഇത് നമുക്ക് നമ്മുടെ ബോഡിയെ ഇപ്പോഴേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി ആക്ട് ചെയ്യുന്നത് ആ ഫ്യൂച്ചറിലെ ആളുടെ ആ രീതിയിലാവാം അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചറിലാവാം. അതിനാണ് ബ്രെയിൻ റീവയറിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ബ്രെയിൻ റീവയറിങ് പ്രോസസ്സും അതുപോലെ തന്നെ ഈ മാനിഫെസ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളും നമ്മൾ ഇതിന് മുമ്പിൽ ചെയ്തിരുന്ന വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്ന ആ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബ്രെയിൻ റീവയറിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്യുമ്പോഴും നമ്മുടെ ഫ്യൂച്ചറിലെ നമ്മളെങ്ങനെയായിരിക്കും എന്ന് നമ്മളെ ബോഡിയെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു യാത്രയിലാണെന്നും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കണമെന്നും എങ്ങനെ അതുമായി മുന്നോട്ട് പോകാമെന്നും ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. അലൈൻമെൻറ്റ്, നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹാർട്ട്, ബോഡി, ഈ ഒരു അലൈൻമെൻറ്റ് കൃത്യമാക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടിയും ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ, നമ്മളെപ്പോഴും വളരെ ക്യൂരിയസ് ആയിരിക്കും. നമ്മൾ ഡേ 1 മുതൽ നമ്മൾ ആലോചിക്കും നമ്മൾ ആ മാറ്റം വരുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റം വരുന്നില്ലേ. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇനിഷ്യൽ ഗെയിൻ, നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചില നല്ല കാര്യങ്ങൾ നമ്മൾ സംഭവിക്കും. അപ്പോൾ നമ്മളതിൽ വളരെ എക്സൈറ്റഡ് ആവും.
പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ചുറ്റുപാടുകളിൽ നിന്നും കിട്ടി തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനെ സംശയിച്ച് തുടങ്ങും, നമ്മളെ സംശയിച്ച് തുടങ്ങും. ഇതൊക്കെ വർക്കാകുമോ അല്ലെങ്കിൽ തെറ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് നമ്മൾ സംശയിച്ച് തുടങ്ങും. സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചറിൽ നിന്ന് പുതിയ ഒരു വൈബ്രേഷൻ സിഗ്നേച്ചറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബോഡി തന്നെയാണ്. ബോഡി തരുന്ന റെസിസ്റ്റൻസിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ടാക്കിൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിലെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്യൂച്ചറിലെ നമ്മളെങ്ങനെയാണ് എന്ന് നമുക്ക് ഇമോഷണലി കെമിക്കലി നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ ഫ്യൂച്ചറിലുള്ള ആളായ രീതിയിൽ ബോഡിക്ക് ചിന്തിച്ച് തുടങ്ങാൻ സാധിച്ചാൽ ആ ഫ്യൂച്ചറിലുള്ള ആൾ എന്ത് ആക്ട് ചെയ്യുമോ അങ്ങനെ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അത് സാധ്യമാകുമോ എന്നാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതാണ് നമ്മൾ റിയലി ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 40 വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ അത്രയും വർഷം എക്സ്പീരിയൻസ് പോന്നിട്ടുള്ള അയാളുടെ ആ ഒരു ന്യൂറൽ പാതകളും അതുപോലെ തന്നെ അയാളുടെ ആ ഒരു ബോഡി കെമിസ്ട്രിയും വളരെ പെട്ടെന്ന് ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ 2 മെഡിറ്റേഷനോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പാറ്റേൺ മാറും എന്ന് നമുക്ക് പ്രായോഗിക തലത്തിൽ ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റേതായ ഒരു സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ബോഡിയെ അലൈൻമെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ട്രാൻസ്ഫോർമേഷനിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു ലയബിലിറ്റിയുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നും നമ്മളൊരു സമ്പന്നതയുടെ ഐഡൻറ്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമ്പന്നതയിൽ നിൽക്കുമ്പോൾ നമ്മളെടുക്കുന്ന ആക്ഷൻസും ലയബിലിറ്റിയിൽ നിൽക്കുന്ന ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നിൽക്കുമ്പോൾ നമ്മളെടുക്കുന്ന ആക്ടിവിറ്റിയും രണ്ടാണ്. ആക്ഷൻസും രണ്ടാണ്. ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ വീണ്ടും ആ ഒരു പഴയ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്, നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മുടെ ആക്ഷൻസിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ് വളരെ മോശം അവസ്ഥയിൽ പോകുന്ന അയാൾക്ക് ആ ബിസിനസ്സിനെ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അയാളുടെ ബിസിനസ്സിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയാളുടെ വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്താണോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. സർഫസ് ലെവലിൽ എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വരാനുള്ള സാധ്യത കുറവാണ്. വർഷങ്ങളായിട്ട് അയാൾ ഈ ഒരു പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പരാജയത്തിൻ്റെ ഓരോ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലുമുണ്ട്. അദ്ദേഹം ഏറ്റിട്ടുള്ള ആ ഒരു നാണക്കേട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, സാലറി പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാതിരുന്ന അവസ്ഥ, ഇതെല്ലാം അയാളുടെ ബോഡിയിൽ അത് മെമ്മറി ആയിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനിയൊരു വെൽത്ത് കോൺഷ്യസിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് വളരെ സക്സസ്സിലേക്ക് അയാൾ പോകുമ്പോൾ തന്നെയും അദ്ദേഹം ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ തീരുമാനം എടുക്കുന്ന സമയത്ത് വീണ്ടും അയാളുടെ ബോഡി ഓർമ്മിപ്പിക്കും, ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും കടത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ. അപ്പോൾ അദ്ദേഹം വീണ്ടും കൺഫ്യൂസ്ഡ് ആവുകയും വീണ്ടും ആ ഒരു പഴയ ലൂപ്പിലേക്ക് അദ്ദേഹം പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പ്രാക്ടിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓവർകം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് നമ്മുടെ ബോഡിയെ പഠിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലൂപ്പിൽ നിന്നും നമുക്ക് നമ്മളെ പുറത്തിയടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ബിസിനസ്സുകാരാണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും അവരൊരു ട്രാൻസ്ഫോർമേഷന് ശ്രമിക്കും. പലതരത്തിലുള്ള വീഡിയോസ് കാണും, പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യും, പല പുസ്തകങ്ങൾ വായിക്കും. പക്ഷേ അതെല്ലാം ഒരു സർഫസ് ലെവലിലുള്ള ഒരു ഫിക്സേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആ ഒരു ഉള്ളിൽ നടക്കുന്ന ആ ഒരു യഥാർത്ഥ മാറ്റം, ആ ഒരു ഇന്നർ വേൾഡിൽ നടക്കുന്ന ആ ഒരു യഥാർത്ഥ മാറ്റം യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും ആ ഒരു ലൂപ്പിൽ പോയി കിടക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലേഡി, അവർക്ക് പ്രശ്നം റിലേഷൻഷിപ്പിലാണ്. അവർക്ക് പ്രശ്നം, അതായത് അവർക്ക് ഏതൊരു റിലേഷൻഷിപ്പ് വന്നാലും ആ റിലേഷൻഷിപ്പിൽ അവർക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. കുറേ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണവശാൽ അത് തെറ്റിപ്പിരിയുകയും ആ റിലേഷൻഷിപ്പ് രണ്ടായി പോവുകയും ചെയ്യും.
അപ്പോൾ ഈ ഒരു ലേഡി ഒരു ട്രാൻസ്ഫോർമേഷന് ശ്രമിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആദ്യത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്തു, രണ്ടാമത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്തു, മൂന്നാമത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്തു, നാലാമത്തെ ദിവസവും മെഡിറ്റേഷൻ ചെയ്തു. പക്ഷേ വീണ്ടും ഇതേപോലെ തന്നെ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും വീണ്ടും ഈ ശരീരമെന്ന് പറയുന്നത് വീണ്ടും ആ ഒരു പഴയ വൈബ്രേഷണൽ സിഗ്നേച്ചറിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. ഇതുപോലെ ആവാൻ സാധ്യതയുണ്ടോ? ഈ വ്യക്തി വീണ്ടും ഇങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ടോ? പഴയതുപോലെ ആവാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ വീണ്ടും ആ ഒരു പഴയ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് പോവുകയും ഇതേ സാഹചര്യം വീണ്ടും വരാനുള്ള സാധ്യത പ്രായോഗികമായിട്ട് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തെ അതിന് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആ യാത്രയിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ബോധപൂർവം നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ നമ്മൾ അലൈൻഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് എപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നമ്മൾ അറിയണം ഇതിനൊരു സമയമെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു മാജിക്കൊന്നുമല്ല. നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു പഴയ കെമിസ്ട്രിയിൽ നിന്ന് പുതിയ ഒരു കെമിസ്ട്രിയിലേക്ക് മാറണം. പഴയ ആ ഒരു ഇമോഷണൽ സിഗ്നേച്ചറിൽ നിന്ന് പുതിയൊരു ഇമോഷണൽ സിഗ്നേച്ചറിലേക്ക് മാറണം. പഴയൊരു വൈബ്രേഷണൽ സിഗ്നേച്ചറിൽ നിന്ന് പുതിയ ഒന്നിലേക്ക് മാറണം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം. തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. കാരണം പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടേണ്ടതുണ്ട്. അത് വളരെ ശരിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ബൾക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് തടിയായിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ അതിനെ നമ്മളൊന്ന് ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബോഡിയെയും ഒന്ന് മെരുക്കി പുതിയ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേഷ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് വളരെ അർജൻറ്റായിട്ട് വേണം റിസൾട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം വളരെ പെട്ടെന്നാണ് വേണ്ടത്. പക്ഷേ ഇതിന് സ്വാഭാവികമായൊരു സമയമുണ്ടാകുമെന്നും ആ സമയം നമ്മൾ കൊടുത്തേ മതിയാകൂ എന്നും തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിലൊരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്താൽ, ആക്ച്വലി ഞാൻ പറയുന്നത് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ബയോളജീനെ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ മതി. കാരണം ഇത് നമുക്ക് ഫിസിക്കലായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ളൊരു മാറ്റവും നമ്മുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഒരു ബ്രെയിൻ റീവയറിങ് പ്രോസസ്സ് നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ്. നമ്മളറിയാതെ തന്നെ നമ്മളിൽ ആ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ മാറ്റം ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയുവാൻ ഒരുപക്ഷെ കുറച്ച് സമയം നമുക്ക് എടുത്തേക്കാം എന്നുള്ളതാണ്. നമ്മുടെ പഴയ ആ ഒരു ഓൾഡ് സെൽഫിൽ നിന്ന് പുതിയ സെൽഫിലേക്ക്, അല്ലെങ്കിൽ പഴയ ഐഡൻറ്റിറ്റിയിൽ നിന്ന് പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റിയാക്ഷൻസിൽ മാറ്റം വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇതിന് മുമ്പിൽ ഞാൻ ഇങ്ങനെയായിരുന്നില്ല പെരുമാറിയത്, ഇപ്പോഴിങ്ങനെയാണല്ലോ പെരുമാറേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പണം വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് ചിലവാക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഇത് നമ്മൾ പണം ചിലവാക്കുകയല്ല, പണം സർക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു വെൽത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാവേണ്ട ഒരു ചിന്തയാണ്. പണം പോസിറ്റീവായ രീതിയിലേക്ക്, നല്ല രീതിയിലേക്ക് നമ്മൾ പണത്തെ പുറത്തേക്ക് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പഴയതുപോലെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ലാക്ക് ഫീലിംഗ് നമുക്ക് ചിലപ്പോൾ തോന്നാം. അതായത് ഇതിനു മുമ്പ് നമ്മുടെ പഴയ ഓൾഡ് സെൽഫ് പറയും, ഈ പൈസ ചിലവാക്കിയാൽ ഇത് തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ പണം വരാൻ സാധ്യതയുണ്ടോ. അപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ, ഇത്തരം ചില കൺഫ്യൂഷൻസ് വരും. അപ്പോൾ നമ്മൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വെൽത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ റിയാക്ഷൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുതിയ എൻ്റെ വേർഷനിൽ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഞാൻ പെരുമാറാൻ സാധ്യതയുള്ളത് എന്ന തരത്തിൽ നമ്മൾ പെരുമാറി തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം. ഞാനതിനെ ഗുഡ് തിങ് ബാഡ് തിങ് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചില്ലെങ്കിൽ ഉടനെ അതിൻ്റെ റീസണെ തേടി പോവുക എന്ന് പറയും. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളതിൻ്റെ പിന്നിൽ, ഒരു കാര്യം നടക്കാതെ പോയതിൻ്റെ പിന്നിലെ റീസൺ എന്താണ് നമ്മൾ അന്വേഷിച്ച് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിൻ്റെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കൊണ്ടുപോകുന്നത് അതെന്തുകൊണ്ട് നടന്നില്ല എന്നതിനെ കാണിച്ചു തരാനുള്ള തെളിവുകളായിരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ഫോക്കസ് എന്തുകൊണ്ട് നടന്നില്ല എന്ന കാര്യത്തിലേക്ക് പോകുന്തോറും എഗെയിൻ നമ്മൾ വീണ്ടും ആ ഒരു പഴയ ലൂപ്പിലേക്കാണ് നമ്മൾ പോയി ചാടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഫ്യൂച്ചർ സെൽഫിലേക്കായിരിക്കണം. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടന്നാൽ വളരെ നല്ലത്, ഇനി അത് നടന്നില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം അത് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും
അത് നമ്മളുടെ ആ ഒരു ചെറിയ ഒരു ലോക്കൽ മൈൻഡിനാണ് അത് നടന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് തോന്നിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അത് നടന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിനേക്കാൾ മികച്ച ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ അതെപ്പോഴും നമ്മൾ പലപ്പോഴും അത് അൺകവർ ചെയ്യുന്നത് പിന്നീടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയും ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ്. എപ്പോഴും നമ്മളൊരു കാര്യം നടന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യം അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് സെർച്ച് ചെയ്യുക എന്നാണ് ഞാനെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആ ഒരു ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യുകയും നമ്മളെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിലേക്ക് അത് കൂടുതൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ ജേണിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പക്ഷേ നമ്മുടെ ഓൾഡ് സെൽഫിലുണ്ടായിരുന്ന ആ ഒരു സുഹൃത്തുക്കളുടെ ആ ഒരു നമ്മളിൽ നിന്ന് ചിലപ്പോൾ അവർ അകലാൻ സാധ്യതയുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ അവരും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറുമായിട്ടാണ് അവർക്ക് എപ്പോഴും ഇടപഴകാൻ താല്പര്യം. അപ്പം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നമ്മളെപ്പോഴും പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ അവരോട് പെരുമാറിയിട്ടുണ്ടാവുക. നമ്മുടെ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മാറ്റം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ അവരോടുള്ള പെരുമാറ്റത്തിന് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. എന്ന് കരുതി പഴയ സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നോ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മളുടെ ആ ഒരു മാറ്റം നമ്മളുടെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണെന്നും നമുക്ക് ആ മാറ്റത്തിലാണ് നിൽക്കേണ്ടതെന്നും നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും പിണക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ആ ഒരു വൈബ്രേഷണൽ ഷിഫ്റ്റ് നമ്മൾ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. അത് അനുഭവത്തിൽ കാണുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പുതിയ മാറ്റം അംഗീകരിക്കാൻ പറ്റാത്ത പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയും, അതെപ്പോഴും ഞാൻ പറയുന്നത് അവരെ പോകാൻ അനുവദിക്കൂ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളതിന് ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുക. അവർ പോകട്ടെ. അപ്പോഴേക്കും നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ പുതിയ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ആളുകളായിരിക്കാം. അവരായിരിക്കാം നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി സമ്മാനിക്കുന്നത്, നമുക്ക് പുതിയ അവസരങ്ങൾ സമ്മാനിക്കുന്നത് അവരായിരിക്കാം. അപ്പോൾ അതെപ്പോഴും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു യഥാർത്ഥ ഷിഫ്റ്റ് അല്ലെങ്കിൽ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷനാണ്. ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ വൈബ്രേഷണൽ സിഗ്നേച്ചർ പൂർണ്ണമായിട്ടും പുതിയ ഒരാളുടേതായി മാറും. പുതിയ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ഒരാളുടേതായി മാറും. നമ്മൾക്ക് അതിനകത്തുണ്ടാകുന്ന ഇൻസ്പയർഡ് ആക്ഷൻ വ്യത്യസ്തമാകും. അപ്പോൾ നമ്മുടെ ശരീരവും ആ ആളെപ്പോലെ ചിന്തിച്ച് തുടങ്ങും. നമ്മുടെ ശരീരത്തിൻ്റെ കെമിസ്ട്രി ആ ആളെപ്പോലെ മാറി തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ സെൽഫിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ, ഹാർട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ബോഡി, ഇത് മൂന്നും ഒരേ തരത്തിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത്, അയാളിലേക്കായി മാറാനുള്ള ആക്ഷൻ നമ്മളിൽ സംഭവിക്കുന്നത്. ഈ ആക്ഷൻ നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് ചുറ്റുപാടുകൾ മാറാൻ തുടങ്ങുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർഫസ് ലെവലിലുള്ള ഒരു ആക്ടിവിറ്റി അല്ല. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു, നാളെ നമുക്ക് പൈസ കിട്ടി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിലുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ പുതിയൊരാളിലേക്ക്, പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ഒരാളിലേക്ക്, ആ ഒരാളുടെ ഐഡൻറ്റിറ്റിയിലേക്ക് യഥാർത്ഥത്തിൽ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സാഹചര്യങ്ങളും സിറ്റുവേഷനൊക്കെ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഇമോഷൻ എന്തായിരിക്കും, നമ്മുടെ ബോഡിയുടെ എനർജി എന്തായിരിക്കും, ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും, ഇത് പരസ്പരം കൊഹിറൻ്റ് ആണോ, ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ഒരു അവെയർനെസ്സാണ് ആക്ച്വലി നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളിത് അവെയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓരോ ആക്ഷൻ എടുക്കുമ്പോഴും ബ്രെയിനും ഹൃദയവും ബോഡിയും എങ്ങനെയാണ്, എന്ത് സിഗ്നലാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബിൽ പ്രാക്ടീസ് ചെയ്യുന്നതും ഇത്തരം സിഗ്നൽസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മുടെ എനർജിയെക്കുറിച്ചും നമ്മുടെ ഇമോഷനെക്കുറിച്ചും നമ്മൾ കൂടുതൽ അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവെയർനെസ് കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അലൈൻമെൻറ്റിലാണോ അല്ലെങ്കിൽ നമ്മൾ കൊഹിറൻസിലാണോ നമ്മളുടെ ബ്രെയിനും ഹാർട്ടും ബോഡിയും എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രായോഗിക തലത്തിൽ എപ്പോഴും ഇത് പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പലപ്പോഴും അലൈൻമെൻറ്റിന് പുറത്ത് പോകാം. പക്ഷേ കൂടുതൽ സമയവും നമുക്ക് അലൈൻമെൻറ്റിൽ ഇരിക്കാൻ പറ്റുമോ? അത് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് കൂടുതൽ സമയവും നമുക്ക് അവെയർനെസ്സിലിരിക്കാൻ പറ്റുമോ? ചില സമയത്ത് നമ്മൾ മിസ്അലൈൻഡ് ആവും. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ മിസ്അലൈൻഡ് ആണ്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ആക്ഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ടൂൾസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അലൈൻമെൻറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മളെപ്പോഴും അലൈൻമെൻറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ആക്ഷൻസാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കാറുള്ളത്.